കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം ഒടുവിൽ കേരള പോലീസിന്റെ അന്തസ്സിനെ തന്നെ ചോദ്യം ചെയ്ത തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ DGPയെ നേരിട്ട് വിളിച്ചു വരുത്തിയതോടെ പോലീസ് ആസ്ഥാനം അക്ഷരാർത്ഥത്തിൽ പുകയുകയാണ്. സംഭവത്തിൽ അതീവ ഗൗരവകരമായ വീഴ്ച പറ്റിയെന്ന വിലയിരുത്തലിൽ DGP കടുത്ത അതൃപ്തിയിലാണ്. തമ്പാനൂർ സ്റ്റേഷനിലെ പോലീസുകാർ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞെന്ന് വിശ്വസിപ്പിച്ച് പോലീസിനെ പറ്റിച്ചതെങ്ങനെ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഒരു ഓൺലൈൻ ലിങ്ക് വഴി കാണിച്ച രേഖകൾ മാത്രം വിശ്വസിച്ച തമ്പാനൂർ പോലീസ് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും നേരിട്ടെത്തി കരഞ്ഞു പറഞ്ഞിട്ടും അത് ചെവികൊണ്ടില്ല. മാതാപിതാക്കൾ നൽകിയ ആധികാരികമായ ജനരേഖകൾ തള്ളിക്കളഞ്ഞ് വിവാഹസംഘം നൽകിയ വ്യാജരേഖകൾക്ക് പോലീസ് കൂട്ടുനിന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഈ നാടകീയമായ സംഭവങ്ങൾക്ക് പിന്നിൽ നടന്നത് വൻ ഗൂഢാലോചനയാണെന്നത് വ്യക്തമാണ്. 2009 ഡിസംബറിൽ ജനിച്ച പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് വെറും 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കമ്മീഷൻ ശാസ്ത്രീയമായി കണ്ടെത്തി കഴിഞ്ഞു. അതായത് നിയമവിരുദ്ധമായ ഒരു ബാലവിവാഹത്തിന് കേരള പോലീസ് അറിഞ്ഞോ അറിയാതെയോ കാവൽ നിന്നു എന്ന വലിയ നാണക്കേടാണ് ഇപ്പോൾ സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നത്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു വീഴ്ച അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അന്യസംസ്ഥാനത്ത് നിന്നുള്ള സംഘം വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. തമ്പാനൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിക്കുന്നതിൽ കാണിച്ച അലംഭാവമാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. ദേശീയ കമ്മീഷൻ നേരിട്ട് ഹാജരാകാൻ ഉത്തരവിട്ടതോടെ DGP കടുത്ത നിലപാടിലാണ്. പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചവർക്കെതിരെ മാത്രമല്ല, കൃത്യവിലോപം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടായേക്കും. നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ നിയമലംഘകർക്ക് കുടപിടിച്ചു കൊടുത്തു എന്ന പ്രതിപക്ഷ ആരോപണം പോലീസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിനാണ്. സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കൾ നേരിട്ടെത്തി ആശീർവദിച്ച വിവാഹം നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞതോടെ സർക്കാർ വൃത്തങ്ങളും അമ്പരപ്പിലാണ്. പോലീസിന്റെ റിപ്പോർട്ട് വിശ്വസിച്ചാണ് നേതാക്കൾ വിവാഹത്തിൽ പങ്കെടുത്തതെങ്കിലും പോലീസിനുണ്ടായ വീഴ്ച സർക്കാരിന്റെ പ്രതിച്ഛായയെ തന്നെ മോശമായി ബാധിച്ചിരിക്കുകയാണ്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തമ്പാനൂർ സ്റ്റേഷനിൽ വന്ന് വാവിട്ടു കരഞ്ഞിട്ടും പോലീസ് അവരെ ആട്ടിപ്പായിപ്പിക്കുകയായിരുന്നുവെന്ന പരാതി ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നു. സ്വന്തം മകളുടെ പ്രായം തെളിയിക്കാൻ മാതാപിതാക്കൾ ശ്രമിച്ചിട്ടും പോലീസ് ഫർമാൻ ഖാന്റെ പക്ഷം ചേർന്നത് എന്തിനായിരുന്നു എന്നതിൽ ദുരൂഹതയുണ്ട്. പോലീസിലെ ചിലർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിൽ വരും. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം സംബന്ധിച്ച് ഗൗരവകരമായ അന്വേഷണം വേണമെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് എവിടെ നിർമ്മിച്ചു, ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഏജന്റുകൾ ആരെല്ലാം എന്നതിലേക്കും അന്വേഷണം നീളും. പോലീസിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധനാ സംവിധാനങ്ങൾ എത്രത്തോളം പരാജയമാണെന്നാണ് ഈ സംഭവം കാണിക്കുന്നത്. ഏപ്രിൽ 22-ന് ഡൽഹിയിൽ DGP ഹാജരാകുമ്പോൾ കേരള പോലീസ് വിയർക്കുമെന്നുറപ്പാണ്. പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കാനും ബാലവിവാഹത്തിന് ഒത്താശ ചെയ്യാനും പോലീസ് ശ്രമിച്ചു എന്ന ആരോപണത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഉദ്യോഗസ്ഥർ പാടുപെടും. തമ്പാനൂർ പോലീസിനെതിരെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കാൻ DGPക്ക് മേൽ സമ്മർദ്ദമേറുകയാണ്. ചുരുക്കത്തിൽ വൈറൽ താരത്തിന്റെ വിവാഹം കേരള പോലീസിന്റെ മുഖത്ത് പറ്റിയ കരിവാരി തേപ്പായി മാറിയിരിക്കുന്നു. അന്ധമായ വിശ്വാസവും രേഖകൾ പരിശോധിക്കുന്നതിലെ വീഴ്ചയും ഒരു പെൺകുട്ടിയുടെ ജീവിതം അപകടത്തിലാക്കിയതിനൊപ്പം ഒരു സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തെ തന്നെ നാണം കെടുത്തിയിരിക്കുകയാണ്.